അപ്പോൾ നേരത്തെ ഒരു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡൈഗ്രാഫും അതിൻ്റെ റിലേറ്റ് ചെയ്തുള്ള ഡെഫിനിഷനുമാണ്. അപ്പോൾ എന്താണ് ഹെഡ് ടെയിൽ എന്നുള്ളതൊക്കെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് V1 V6 എന്നുള്ള ഈ ഒരു ആർക്ക് A1 എന്ന് പറയുന്ന ആർക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഹെഡ് ഏതാ വരിക? V1 ആണ് ഹെഡ് വരിക, സോറി ടെയിൽ വരിക. അതുപോലെ V6 ആണ് ഹെഡ് വരിക. അപ്പോൾ ഈ ഒരു A1 എന്ന് പറയുന്ന ആർക്കിന്റെ ഇൻസിഡന്റ് റിലേഷൻ എന്താ വരിക? V1, V6 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആണ് വരിക. ആ ഓർഡേർഡ് പെയറിലെ ആദ്യത്തെ എലമെന്റ്, അതായത് V1 എവിടുന്നാണ് V1 നിന്ന് V6ലേക്കാണ് ഈ ആർക്കിന്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പൊ ഈ V1 നമ്മൾ ടെയിൽ എന്നും V6 ഹെഡ് എന്നും പറയും. അപ്പൊ അതായിരുന്നു കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതൊരു ഗ്രാഫ് തന്നു കഴിഞ്ഞാലും, ഡൈഗ്രാഫ് അതായത് ഡയറക്റ്റഡ് ഗ്രാഫ് തന്നു കഴിഞ്ഞാലും, ഇതൊരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. ഇതിനെന്താ 6 വെർട്ടെക്സുകൾ ഉണ്ട്, ആർക്കുകൾ ഉണ്ട് അല്ലെ. അതിൽ ഈ V1 എന്ന് പറയുന്ന വെർട്ടെക്സിൽ എന്താണ്, ഒരു ലൂപ്പായിട്ട് പോലെയുള്ള ഒരു ആർക്ക് ഉണ്ട്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് വരക്കാൻ പറ്റും? ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് നമുക്ക് എന്ത് പറയാം, വരക്കാൻ പറ്റും. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് G(D) എന്നാണ്. ഈ ഒരു ഗ്രാഫിന് പറയുന്ന പേരാണ് അണ്ടർലൈയിങ് ഗ്രാഫ്. ഒരു ഡയറക്റ്റഡ് ഗ്രാഫിന്റെ അല്ലെങ്കിൽ ഒരു ഡൈഗ്രാഫിന്റെ അണ്ടർലൈയിങ് ഗ്രാഫ് G(D) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡയറക്റ്റഡ് ഗ്രാഫിന്റെ ഡയറക്ഷൻ ഒഴിവാക്കിയിട്ടുള്ള ഗ്രാഫിനെയാണ് എന്ത് പറയാം, അണ്ടർലൈയിങ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏതെന്താണ്, കറസ്പോണ്ടിങ് ടു ഈച്ച് ആർക്ക് ഓഫ് D there is an edge of G with the same end. അതായത് ഈ ആർക്കിന്റെ സെയിം എൻഡുകൾ വരുന്ന രീതിയിലുള്ള ഒരു എഡ്ജ് എന്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, G(D)ക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് D എന്ന് പറയുന്ന ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡൈഗ്രാഫ് ഉണ്ട് നോക്കട്ടെ. ഈ ഡിയുടെ അതേ വെർട്ടെക്സുകൾ കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഈ D എന്ന് പറയുന്ന ഗ്രാഫിലെ ഒരു ആർക്ക് ഉണ്ടെങ്കിൽ, A1 എന്ന് പറയുന്ന ഒരു ആർക്ക് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാം, E1 എന്ന് പറയുന്ന ഒരു എഡ്ജ് കൺസിഡർ ചെയ്യാം. അതുപോലെ ഇവിടെ നിന്നാണ് V1 നിന്ന് V1ലേക്ക് തന്നെയുള്ള A2 എന്ന് പറയുന്ന ഒരു ആർക്കാണെന്ന് നോക്കുക. അപ്പൊ അതിനെന്ത് ചെയ്യാം, ഈ V1 നിന്ന് V1ലേക്ക് തന്നെയുള്ള E2 എന്ന് പറയുന്ന ഒരു എഡ്ജ് കൺസിഡർ ചെയ്യാം. അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ V4 നിന്ന് V3ലേക്ക് എന്തുണ്ട്, ഒരു ആർക്ക് ഉണ്ട്. V4 നിന്ന് V3ലേക്ക് ഒരു ആർക്ക് ഉണ്ട്. V4 ആണ് ടെയിൽ, V3 ആണ് ഹെഡ്. അപ്പൊ ഈ ആർക്ക് ഇവിടെ ഉണ്ടാവുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ഒരു എഡ്ജ് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഓരോ ആർക്കിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എഡ്ജ് കൺസിഡർ ചെയ്തിട്ട് D എന്ന് പറയുന്ന ഡൈഗ്രാഫിന്റെ അതേ വെർട്ടെക്സ് സെറ്റ് സെയിം തന്നെ, ആർക്കുകൾക്ക് പകരം എന്തായിട്ട് കൺസിഡർ ചെയ്യുക, എഡ്ജ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം എൻഡ് വെർട്ടെക്സ് വരുന്ന രീതിയിലുള്ള എഡ്ജ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫിനെ നമ്മൾ എന്താ പറയുക, ഒരു D എന്ന് പറയുന്ന ഡൈഗ്രാഫിന്റെ അണ്ടർലൈയിങ് ഗ്രാഫ് എന്ന് വിളിക്കും. G(D) എന്ന് ഡിനോട്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തിരിച്ചെന്താണ്, ഒരു ഏതൊരു ഗ്രാഫ് തന്നു കഴിഞ്ഞാലും G എന്ന് പറയുന്ന ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡൈഗ്രാഫ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. വി ക്യാൻ ഒബ്റ്റെയിൻ ഡൈഗ്രാഫ് ഫ്രം G ബൈ സ്പെസിഫൈയിങ് ഫോർ ഈച്ച് എഡ്ജ് ഓഫ് G ആൻഡ് ഓർഡർ ഓഫ് ഇറ്റ്സ് എൻഡ്സ്. എൻഡിന് എന്ത് ചെയ്യുക, ഒരു ഓർഡർ കൊടുത്തിട്ട് ഏതാണ് ആദ്യത്തെ എൻഡ്, ഏതാണ് അവസാനത്തെ, അല്ലെങ്കിൽ ടെയിൽ ഏതാണ്, ഹെഡ് ഏതാണ് എന്നുള്ള ഒരു ഓർഡർ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡൈഗ്രാഫ് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് എ സ്പെസിഫിക്കേഷൻ ഈസ് കോൾഡ് ആൻ ഓറിയന്റേഷൻ ഓഫ് G. എന്താ പറയാ, ജിയുടെ ഒരു ഓറിയന്റേഷൻ എന്നതിനെ പറയും. അപ്പൊ ഒരു ഡൈഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, അതിന്റെ ഒരു അണ്ടർലൈയിങ് ഗ്രാഫ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഏതെങ്കിലും ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഒരു ഓറിയന്റേഷൻ, അതിന്റെ ഒരു ഓറിയന്റേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിലെന്താണ്, എവരി ഡൈഗ്രാഫ് D ഡിഫൈൻസ് എ യുണീക്ക് ഗ്രാഫ് G. അതെന്താണ്, അപ് ടു ഐസോമോർഫിസം അല്ലെ. നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും, യുണീക്ക് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ഏതൊരു ഡൈഗ്രാഫിൽ നിന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഈ രണ്ട് ഗ്രാഫ്. ഒരു ഡൈഗ്രാഫ് തന്നിട്ടുണ്ട്, അതിന്റെ ഒരു അണ്ടർലൈയിങ് ഗ്രാഫും തന്നിട്ടുണ്ട്.